സിസ്റ്റർ സോണിയനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിസ്റ്റർ സോണിയനെ മഠത്തിൽ കൊണ്ടുവന്നത് ഞാനാണ് ഈ മഠത്തിൽ ആദ്യമായിട്ട് ചേർന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആസ്പിരൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ പോസ്റ്റ്നൻസിൽ ഞാൻ പോയി ആളെ മഠത്തിൽ കൊണ്ടുവന്നു. എനിക്ക് ആളിൽ കണ്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ളതും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നതും എപ്പോഴും ലാളിത്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സിസ്റ്ററായിരുന്നു. വിശുദ്ധിയോടുകൂടി, അതായത് ആളുടെ സന്യാസ ജീവിതത്തിൻ്റെ ആ മൂല്യം, ആ മഹത്വം മനസ്സിലാക്കി ജീവിച്ച, അത്ര വില കൊടുത്ത് ജീവിച്ച ഒരു സിസ്റ്ററായിരുന്നു. മരിക്കുന്ന ദിവസത്തിൻ്റെ 2 ദിവസം മുന്നേ വരെ ഞങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു നല്ലൊരു കൂട്ടുകാരിയേക്കാളും ഉപരിയായിട്ട് എന്നെ കേൾക്കുന്ന, എൻ്റെ വിഷമങ്ങൾ കേൾക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയണേ എൻ്റെ ബാച്ചുകാർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും, അതായത് എന്നെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി സിസ്റ്റർ സോണിയാണ്. കാരണം സിസ്റ്റർ സോണിയ എല്ലാം ഈശോയോട് പറയും എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും എന്നുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു ദൈവാശ്രയ ബോധത്തിലാണ് ആൾ ജീവിക്കുക. കൊച്ചു തൊട്ടി കിടന്നുറങ്ങുമായിരുന്നു. അന്നേരം മൂത്ത കൊച്ചു പോയി ഉറങ്ങിയോന്ന് നോക്കിയതാണ്. അപ്പോൾ തൊട്ടിക്ക് തീ പിടിച്ചിട്ട് കൊച്ചിൻ്റെ മേല് മുഴുവനും പൊള്ളിപ്പോയി. അവിടുന്ന് ഒരു തച്ചമ്പാറ ആശുപത്രിയെ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ എണ്ണ മുറുക്കി കാച്ചിയാണ് ആ മുറിവുകളൊക്കെ കരിഞ്ഞത്. ആ പാട് ഇപ്പോഴും മുഖത്തൊരു ശകലം കാണാനുണ്ട്. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സിസ്റ്ററാകാൻ പോയത്. ഇവളവിടുന്ന് ആരാധനയും കൂടി. അപ്പോൾ എല്ലാവരും അവളോട് പ്രാർത്ഥന സഹായം ചോദിക്കുവാണെന്ന്. എനിക്ക് പ്രാർത്ഥിക്കണം സിസ്റ്റർ, ഇവൾ പറയുക ഞാൻ ആരാണ്ട് വലിയ ആളാണെന്നാണ് അവരുടെയൊക്കെ വിചാരം. എന്നോടെല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുകയെന്ന്. അപ്പോൾ നിങ്ങളുടെ പേരെന്നാന്ന് ചോദിക്കുക. എല്ലാവരോടും ചോദിച്ചു നിങ്ങളുടെ പേരെന്നാന്ന്. എല്ലാവരോടും പേരും ചോദിച്ച് വന്നപ്പോൾ സന്തോഷമായിട്ട് അവൾ തിരിച്ചു വന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഒഴിച്ച പോകുന്നത്. പിന്നെ അങ്ങോട്ട് വന്നില്ല. സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചേച്ചീനെ പോലെ ആയിരുന്നു. കുട്ടികളായിട്ട് ഭയങ്കര വൈബിനനുസരിച്ച് നിൽക്കും എല്ലാം ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലെ യൂത്തുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളെ ഇതൊക്കെ ആക്കിയതൊക്കെ. ഞങ്ങൾ ജീസസ് യൂത്ത് കുറേ യൂത്തുകാരൊക്കെ ഒരുമിച്ച് കൂട്ടാനും എല്ലാം സിസ്റ്റർ സഹായിച്ചിട്ടുണ്ട്. സിസ്റ്ററിനെ എതിരായിട്ടും അങ്ങനെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കണ്ടിട്ടില്ല. സോണിയ സിസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഒരു മകളെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൊച്ചുമക്കൾ മുതൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായൊരു മനസ്സുണ്ടായിരുന്നു. സോണിയ സിസ്റ്റർ അവിടെ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ജീസസ് യൂത്തിൽ പെട്ട ഏതാനും മക്കൾ എന്നോട് ഒന്നും പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ ഞങ്ങളുടെ ചങ്കാണ് എന്ന്. ശരിക്കും ഒരു ചങ്കായി നിന്നുകൊണ്ട് എല്ലാവരെയും ആ ചങ്കിലേക്ക് സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് സോണിയ സിസ്റ്ററുമായിട്ട് പിന്നീട് അങ്ങ് കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചത്. എല്ലാവരും പറയും കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയാണ് എല്ലാ കൊച്ചുമക്കളെയും ഉൾക്കൊള്ളുവാൻ വലിയ കഴിവാണ് സിസ്റ്റർക്ക് എന്ന്. എന്നാൽ കൊച്ചുമക്കളെ മാത്രമല്ല, യുവജനങ്ങളെ ചേർത്ത് നിർത്താനും പ്രായമായവരെ ചേർത്ത് നിർത്താനും ഒപ്പം രോഗികളെ ചെന്ന് കണ്ട് സ്വന്തമാക്കാനുള്ള വലിയൊരു കഴിവ്, അത് അവസാന ദിവസങ്ങൾ വരെ അത് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. പലവിധ പ്രതിസന്ധികളോടെ നമ്മൾ പുറത്ത് കാണുമ്പോൾ മാനുഷിക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളിലൂടെ സിസ്റ്ററും കടന്നു പോയിട്ടുണ്ട്. പലതും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അത് ഒരു വൈദികൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കണം, ഒരു ഫ്രാൻസിസ് ക്ലാര ഒരു അനുഭവത്തിൽ മുന്നേറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം അത് സിസ്റ്റർക്കും ഉണ്ടാകണം, ഒപ്പം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധങ്ങളും ആ ബന്ധങ്ങളിലെ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതശൈലി എല്ലാവരും വളർത്തിയെടുക്കണമെന്ന് സിസ്റ്റർ ഒത്തിരി ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു കുടുംബങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം, ഇടവകകളിൽ സംഘടനകളിൽ യുവജനങ്ങളോടൊപ്പം, അതുപോലെ തന്നെ ഏതൊരു മേഖലയും ആതുര സേവന മേഖലയിൽ പാവങ്ങളോടും രോഗികളോടും ചേർന്ന് നിൽക്കുന്ന അനുഭവം അത് ഉറപ്പായിട്ടും സിസ്റ്റർ സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന ഉറപ്പാണ്.